നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്ട്രിംഗ് എന്താണ്, C++ൽ യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് എന്താണ്, സ്ട്രിംഗിൽ ഏതൊക്കെ തരം ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, സ്ട്രിംഗ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ടെക്സ്റ്റ് ഓർ ക്യാരക്ടർ. ഒരു ടെക്സ്റ്റിനെയോ ക്യാരക്ടറിനെയോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹലോ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ കോട്ട്സിലാണ് നമ്മൾ സ്ട്രിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രിംഗ് ആണ്, ഇതിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. A string variable contains a collection of characters surrounded by double quotes. അപ്പോൾ collection of characters ആണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണ്. ഇത് നമ്മൾ എന്തിലാണ് കൊടുക്കുന്നത്, ഡബിൾ കോട്ട്സിലാണ് കൊടുക്കാറുള്ളത്. ഇനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേറ്റ് എ വേരിയബിൾ ടൈപ്പ് സ്ട്രിംഗ്, അതായത് ഒരു വാല്യൂവിനെ നമുക്ക് സ്ട്രിംഗ് ആയിട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യും. നോക്കിയേ, സ്ട്രിംഗ് ഗ്രീറ്റിംഗ് ഈക്വൽ ഹലോ എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിംഗ് ആണ്, ഡബിൾ കോട്ട്സിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഗ്രീറ്റിംഗ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് ഹലോ എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോ C++ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ, ഒരു സ്ട്രിംഗ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് iostream.h കൊടുത്തു, എന്താ ഹെഡർ ഫയലില്. അതുപോലെ നമ്മൾ ഒരു സ്ട്രിംഗ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിംഗ് എന്ന് പറയുന്ന ലൈബ്രറി. അപ്പം നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് iostream.h യൂസ് ചെയ്തത് നമ്മൾ പഠിച്ചു. അതുപോലെ സ്ട്രിംഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് ലൈബ്രറിയാണ് ഈ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിംഗ് എന്ന് നമ്മൾ കൊടുത്തിരിക്കണം. ഇനി ഒരു സ്ട്രിംഗ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രിംഗ് ഗ്രീറ്റിംഗ് ഹലോ, ഇങ്ങനെയാണ് നമ്മൾ എന്താ C++ പ്രോഗ്രാമിൽ കൊടുക്കുന്നത്. ഇനി സ്ട്രിംഗിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ് കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ്, അങ്ങനെ പഠിച്ചപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന് നമ്മൾ പഠിച്ചു പ്രസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇപ്പം നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ അഡിഷൻ നടക്കും, അതുപോലെ തന്നെ സ്ട്രിംഗ് ആണെന്നുണ്ടെങ്കിൽ കോൺകാറ്റിനേഷൻ നടക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സ്ട്രിംഗിൽ നടക്കുന്ന ഓപ്പറേഷൻ ആണ് കോൺകാറ്റിനേഷൻ. എങ്ങനെ നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, സ്ട്രിംഗ് ഫസ്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ജോൺ. ഫസ്റ്റ് നെയിം എന്താണ്, ജോൺ എന്നാണ്. ഇനി സ്ട്രിംഗിലുള്ള ലാസ്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ഡോ. അപ്പം ഫസ്റ്റ് നെയിമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ജോൺ എന്ന് പറയുന്ന സ്ട്രിങ്ങും ലാസ്റ്റ് നെയിമിൽ ഡോ എന്ന് പറയുന്ന സ്ട്രിങ്ങുമാണ് ഉള്ളത്. ഇനി ഫുൾ നെയിം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഇത് കോൺകാറ്റിനേറ്റ് ചെയ്യും. അപ്പൊ ഫുൾ നെയിമിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്, ഫസ്റ്റ് നെയിമിന്റെ അവിടെ എന്ത് വരും, ജോൺ എന്ന് വരും. അതുപോലെ തന്നെ സെക്കൻഡ് നെയിം ലാസ്റ്റ് നെയിമിന്റെ അവിടെ എന്ത് വരും, ഡോ എന്ന് വരും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ്, ജോൺ ഡോ എന്നായിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ C++ൽ നമ്മൾ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് രണ്ട് സ്ട്രിങ്സിനെ തമ്മിൽ കൂട്ടി ചേർക്കണമെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിയേ, സ്ട്രിംഗ് ഫസ്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ജോൺ, ലാസ്റ്റ് നെയിം ഈക്വൽ ടു ഡോ. ഇനി ഫുൾ നെയിം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം കഴിഞ്ഞിട്ട് നമ്മൾ ഡോട്ട് കൊടുക്കും, ഡോട്ട് ഓപ്പറേറ്റർ കൊടുക്കും, ഡോട്ട് അപ്പൻഡ് എന്നിട്ട് ബ്രാക്കറ്റിൽ ലാസ്റ്റ് നെയിം കൊടുക്കും, എന്നിട്ട് സി ഔട്ട് ഫുൾ നെയിം എങ്ങനെ വരും. അപ്പൊ നമുക്ക് എങ്ങനെയാ, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ലാസ്റ്റ് നെയിമും കൂടി അപ്പൻഡ് ചെയ്ത് ഒരുമിച്ച് വരും. ഇതാണ് അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ ഇവിടെ മറ്റടുത്ത് പ്ലസ് ഓപ്പറേറ്റർ കൊടുത്തതിന് പകരം നമുക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് പ്രോഗ്രാം റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഫസ്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ജോൺ, ലാസ്റ്റ് നെയിം ഈക്വൽ ടു ഡോ, സ്ട്രിംഗ് ഫുൾ നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം ഡോട്ട് അപ്പൻഡ് ലാസ്റ്റ് നെയിം, ഇനി ഫുൾ നെയിം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ജോൺ ഡോ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഞാൻ ഡാനിയൽ എന്ന് കൊടുക്കാം, ജോൺ ഡാനിയൽ. കണ്ടോ, ജോൺ ഡാനിയൽ എന്ന് കൊടുത്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് മാറ്റമാണ് ഇവിടെ വരുന്നതെന്ന് അറിയാലോ. അപ്പം നമുക്ക് എങ്ങനെ വന്നു, കണ്ടോ, ജോൺ ഡാനിയൽ, ലാസ്റ്റ് നെയിം എന്തായി, ഡാനിയൽ എന്നായി. അപ്പൊ ഇത് രണ്ടിനെയും കൂടി അപ്പൻഡ് ചെയ്ത് വന്നു. ഇതാണ് അപ്പൻഡ് ഫംഗ്ഷൻ. കോൺകാറ്റിനേഷന് പകരമാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, അപ്പൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് നമ്പേഴ്സിനെ എന്ത് ചെയ്യണം, സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് കോൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ കണ്ടോ, ഇഫ് യു ആഡ് 2 strings the result will be string concatenation. എന്തോ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്യുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺകാറ്റിനേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി നോക്കി, ഒരു നമ്പറിനെ നമുക്ക് ഡബിൾ കോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സ്ട്രിംഗ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നോക്ക്, സ്ട്രിംഗ് x is equal to
ടെൻ എന്ന് പറയുന്ന ഡബിൾ കോഡ്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 10നെ സ്ട്രിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്ട്രിംഗ് y ഈസ് ഈക്വൽ ടു 20 എന്താണ് 20 എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ കൊടുത്താലും ഈ 10 പ്ലസ് 20 30 എന്നല്ല നമുക്ക് കിട്ടുന്നത്. 10നെയും 20യെയും രണ്ട് സ്ട്രിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രിംഗ് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിലുള്ള വാല്യൂ എന്താണ് സ്ട്രിംഗ് ആയിട്ടുള്ള 10 ആണ്, വൈയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിംഗ് ആയിട്ടുള്ള 20 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 10 20 കണ്ടോ ഇതേപോലെ വരും. അതായത് 10ഉം 20യും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒറ്റ സ്ട്രിംഗ് ആയിട്ട് ഈ 10 20 എന്നുള്ളതിനെയും സ്ട്രിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് സ്ട്രിംഗിൽ നടക്കുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ. അപ്പോൾ സ്ട്രിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഡേറ്റ ടൈപ്പ് കൊടുത്തു, ഇവിടെ ഡബിൾ കോഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്തായിട്ട് സ്ട്രിംഗ് ആയിട്ടേ കൺസിഡർ ചെയ്യൂ. അവിടെ അഡിഷൻ അല്ല നടക്കുന്നത്, കോൺകാറ്റിനേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എക്സാമ്പിളുകളൊക്കെ തന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ 10 അധികം 20 30 എന്നൊക്കെ ആൻസർ എഴുതി വെക്കും. അങ്ങനെയല്ല കിട്ടുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്ട്രിംഗ് ലെങ്ത് ആണ്. അപ്പൊ ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ലെങ്ത് ഫംഗ്ഷൻ. ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രിംഗ് ഉണ്ടെങ്കിൽ ആ സ്ട്രിംഗിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര ലെറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുകയാണ് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലെങ്ത് ഫംഗ്ഷന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സൈസ് യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഇപ്പൊ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഇവിടെ നോക്കിയ സ്ട്രിംഗ് ടി എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ്. ഡബിൾ കോഡ്സിൽ ഞാൻ ഇവിടെ A to Z വരെ കൊടുത്തിട്ടുണ്ട്, A to Z കൊടുത്തിട്ടുണ്ട്. ഇനി സി ഔട്ടിൽ ദ ലെങ്ത് ഓഫ് ദ TXT സ്ട്രിംഗ് ഈസ് എന്ന് പറഞ്ഞിട്ട് TXT ഡോട്ട് ലെങ്ത് ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. TXT ഡോട്ട് ലെങ്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ TXTയിലുള്ള സ്ട്രിംഗ് ഏതാണ്? ഈ സ്ട്രിംഗ് ആണ്. ഈ സ്ട്രിംഗിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് അത് കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? TXT ഡോട്ട് സൈസ് എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഇതും എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഈ ടെക്സ്റ്റിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഇത് നോക്കിയേ, ഇതെന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രോഗ്രാം ആണ്. അപ്പം ഈ പ്രോഗ്രാമില് നോക്കിയേ, മെയിൻ ഫംഗ്ഷനകത്ത് സ്ട്രിംഗ് TXT ഈക്വൽ ടു A to Z കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ഈസ് TXT ഡോട്ട് ലെങ്ത്. കണ്ടോ? അപ്പൊ TXT ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം A to Z എത്ര ലെറ്റേഴ്സ് ഉണ്ട്, A മുതൽ Z വരെ 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ റിസൾട്ടിൽ എന്താണ് കിട്ടുന്നത്? നോക്കിയേ, ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ഈസ് 26. അപ്പൊ ഇവിടെ നമുക്ക് 2 എണ്ണം മാറ്റി നോക്കാം. ഞാൻ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് മാറ്റി, 3 എണ്ണം മാറ്റി. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയേ, എത്ര കാണും ലെങ്ത് എന്ന് പറയുന്നത്? അപ്പൊ 3 എണ്ണം മാറി, 23 ആയി. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഏതാ TXT ഡോട്ട് ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലെങ്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിച്ചത്. ഇനി സൈസ് ഓഫ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ? കണ്ടോ, ഇവിടെ TXT ഡോട്ട് സൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരെണ്ണം മാറ്റുന്നേ ഉള്ളൂ. 26 A to Z ഉണ്ട്, Z മാറ്റിയിട്ട് അപ്പൊ നമുക്ക് എത്ര എണ്ണം വരും? Z മാറ്റി കഴിഞ്ഞാൽ 25 വരണം. അപ്പൊ TXT ഡോട്ട് സൈസ് എത്ര വന്നു? 25. കാണാൻ തോന്നുന്നു, കാണിച്ചു തരാം. കണ്ടോ എത്ര വന്നു? 25 വന്നു. അപ്പം ലെങ്ത്, ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം? സൈസ് ഓഫും ലെങ്തും യൂസ് ചെയ്യാം. ഇനിയുള്ളത് ആക്സസ് സ്ട്രിംഗ്. ഒരു സ്ട്രിംഗിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രിംഗിന്റെ ഓരോ ലെറ്റേഴ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് വി ക്യാൻ ആക്സസ് ദ ക്യാരക്ടർ ഇൻ സ്ട്രിംഗ് ബൈ റെഫറിംഗ് ടു ഇറ്റ്സ് ഇൻഡെക്സ് നമ്പർ ഇൻസൈഡ് ദി സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടറിനെ, ഒരു സ്ട്രിംഗിലുള്ള ഓരോ ക്യാരക്ടറിനെയും ആക്സസ് ചെയ്യാം. അതായത് ഫസ്റ്റ് ക്യാരക്ടർ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഏത് കൊടുക്കണം? സ്ട്രിംഗിന്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ 0 കൊടുക്കുക. അതായത് ദിസ് എക്സാമ്പിൾ പ്രിന്റ് ദ ഫസ്റ്റ് ക്യാരക്ടർ ഇൻ മൈ സ്ട്രിംഗ്. അതായത് ഇവിടെ കണ്ടോ, സ്ട്രിംഗ് മൈ സ്ട്രിംഗ്. നമ്മളിവിടെ ഒരു സ്ട്രിംഗ് ആണ്, വേരിയബിളിന്റെ നെയിം മൈ സ്ട്രിംഗ് എന്നാണ്. മൈ സ്ട്രിംഗിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഹലോ എന്ന് പറയുന്ന വേർഡാണ്. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിനെയും നമുക്ക്
പ്രിന്റ് ചെയ്യണമെങ്കിൽ, ഇതിപ്പോ എച്ച് മാത്രം പ്രിന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ സി ഔട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കാണ് മൈ സ്ട്രിങ്. നമ്മുടെ സ്ട്രിങ്ങിന്റെ വേരിയബിളിന്റെ പേര് എന്താണ്? സ്ട്രിങ് വേരിയബിളിന്റെ പേരാണ് മൈ സ്ട്രിങ്. മൈ സ്ട്രിങ് ഡോട്ട് സീറോ, അതായത് സീറോ ഫസ്റ്റ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ സീറോ, സെക്കൻഡ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്ത് 1 അങ്ങനെ കൊടുത്താൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മൾ സീറോ കൊടുത്തു. സീറോ എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള എച്ച് പ്രിന്റ് ചെയ്യും. കണ്ടോ, ഔട്ട്പുട്ട് എന്ത് കിട്ടും? എച്ച് എന്ന് കിട്ടും. ഇനി നമ്മൾ 1 കൊടുക്കുവാണെങ്കിൽ സെക്കൻഡ് ക്യാരക്ടർ ആയിട്ടുള്ള ഏത് കിട്ടും? എച്ച് കഴിഞ്ഞിട്ടുള്ള ഏതാണ്? ഇ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഒരെണ്ണം എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഈ പ്രോഗ്രാം നോക്കിയേ. സ്ട്രിങ് മൈ സ്ട്രിങ് ഇസ് ഈക്വൽ ടു ഹലോ. സി ഔട്ടില് മൈ സ്ട്രിങ് ഓഫ് സീറോ, സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്? ഫസ്റ്റ് ക്യാരക്ടർ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ റൺ ചെയ്യുമ്പോൾ ഇവിടെ എച്ച് വന്നിട്ടുണ്ട്. ഞാൻ റൺ ചെയ്ത് നോക്കി. നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്ത് വരും? എച്ച് വരും. ഇനി നമ്മൾ ഈ മൈ സ്ട്രിങ് ഓഫ് സീറോ മാറ്റിയിട്ട് ഞാൻ 2 കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വരണം? ഈ എൽ ആണ് വരേണ്ടത് അല്ലെ? മൈ സ്ക്രീൻ സീറോ ആണെങ്കിൽ എച്ച്, 1 ആണെങ്കിൽ ഇ, 2 ആണെങ്കിൽ എൽ. അപ്പൊ നമുക്ക് എല്ലാണോ കിട്ടുന്നതെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഏത് ക്യാരക്ടർ ആണോ വേണ്ട ആ ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്സസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താ? ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ? എല്ല് വന്നു നമുക്ക്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ക്യാരക്ടർ ആണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം കൊടുക്കാൻ. സ്ട്രിങ് മൈ സ്ട്രിങ് ഈസ് ഈക്വൽ ടു ഹെലോ. അതുപോലെ തന്നെ സി ഔട്ടില് മൈ സ്ട്രിങ് ഓഫ് മൈ സ്ട്രിങ് ഡോട്ട് ലെങ്ത് -1. അതായത് മൈ സ്ട്രിങ് ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫുൾ ലെങ്ത് വരും. അതിൽ നിന്ന് -1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ലെറ്റർ അതായത് ഓ കിട്ടുന്നത്. കണ്ടോ, ഇവിടെ ഔട്ട്പുട്ട് വന്നേക്കുന്നുണ്ടോ? ഓ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് വന്നേക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ലെറ്റർ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മൈ സ്ട്രിങ് ഡോട്ട് ലെങ്ത് -1 കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് ലെറ്റർ കിട്ടും. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ചേഞ്ച് സ്ട്രിങ് ക്യാരക്ടർ. അതായത് ഇപ്പൊ നമ്മളൊരു സ്ട്രിങ് കൊടുത്തു, അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന്. ഇപ്പൊ നോക്കിയേ, സ്ട്രിങ് മൈ സ്ട്രിങ് ഈസ് ഈക്വൽ ടു ഹലോ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഹലോ ആണ്. ഇനി മൈ സ്ട്രിങ് ഡോട്ട് മൈ സ്ട്രിങ് ഓഫ് സീറോ, അതായത് ഇൻഡെക്സ് സീറോയില് എന്ത് കൊടുക്കാം? നമുക്ക് ഇവിടെ സിംഗിൾ കോട്സിൽ ഞാൻ ജെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൈ സ്ട്രിങ് ഓഫ് സീറോ എന്ന് പറയുന്നത് എന്ത് അസൈൻ ചെയ്ത് കൊടുത്തു? ജെ എന്ന് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ മൈ സ്ട്രിങ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ചിന്റെ സ്ഥലത്ത് എന്തായിരിക്കും നമുക്ക് വരുന്നത്? ജെ ആയിരിക്കും വരുന്നത്. ഇനി 1ന്റെ പ്ലേസിൽ വേറെ ലെറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ലെറ്റർ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം? ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പൊ ഇത് അതിന്റെ എക്സാമ്പിൾ ആണ്. നോക്കിയേ, ഇവിടെ ഹലോ ആണ്. ഇവിടെ എന്താ? മൈ സ്ട്രിങ് ഓഫ് സീറോ ജെ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ജെലോ എന്ന് വന്നു. ഇനി നമുക്ക് ഇപ്പം സീറോ മാറ്റിയിട്ട് മൈ സ്ട്രിങ് ഓഫ് 1ന്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കണം? ജെ മാറ്റിയിട്ട് ഞാൻ വേറൊരു ലെറ്റർ കൊടുക്കാം. അപ്പൊ ഞാൻ കെ കൊടുത്തു. കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 0 1 അല്ലെ? ഈയുടെ ഭാഗത്ത് എന്ത് വരും? കെ എന്ന് വരും. വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോ അപ്പൊ HKLLO കണ്ടോ? അതേപോലെ കിട്ടി. HKLLO. അപ്പം ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഏതെങ്കിലും ലെറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുത്താൽ മതി. ഇനി അടുത്ത് നോക്കാം. അടുത്തെന്ന് പറഞ്ഞാല് അറ്റ് ഫംഗ്ഷൻ ആണ്. നമുക്കിപ്പോ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? അറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാം. ദ സ്ട്രിംഗ് ലൈബ്രറി ആൾസോ ഹാസ് ആൻ അറ്റ് ഫംഗ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ആക്സസ് ക്യാരക്ടർ ഇൻ എ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗിലുള്ള ക്യാരക്ടറിനെ അറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രിംഗ് മൈ സ്ട്രിംഗ് ഈസ് ഈക്വൽ ടു ഹലോ. അത് കഴിഞ്ഞിട്ട് സി ഔട്ട് മൈ സ്ട്രിംഗ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യും? ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി സി ഔട്ടില് മൈ സ്ട്രിംഗ് ഡോട്ട് അറ്റ് സീറോ, മൈ സ്ട്രിംഗ് ഡോട്ട് അറ്റ് സീറോ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ എന്താ ഇൻഡെക്സിൽ 0 എന്ന് കൊടുത്തില്ലേ? അതിനു പകരം എന്ത് കൊടുക്കാം? മൈ സ്ട്രിംഗ് ഡോട്ട് അറ്റ് സീറോ എന്ന് കൊടുത്താല് ഫസ്റ്റ് ക്യാരക്ടർ ഏതാണ്? 0th പൊസിഷനിലുള്ള ഫസ്റ്റ് ക്യാരക്ടർ ഏതാണ്? എച്ച് പ്രിന്റ് ചെയ്യും. ഇനി സി ഔട്ട് മൈ സ്ട്രിംഗ് ഡോട്ട് അറ്റ് 1 എന്ന് പറഞ്ഞാല് ഇ പ്രിന്റ് ചെയ്യും. സി ഔട്ട് മൈ സ്ട്രിംഗ് ഡോട്ട് അറ്റ് മൈ സ്ട്രിംഗ് ഡോട്ട് ലെങ്ത് -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഓ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു മൈ സ്ട്രിംഗ് ഓഫ് മൈ സ്ട്രിംഗ് ലെങ്ത് -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ക്യാരക്ടർ ആണ് കിട്ടുന്നത്. ഫുൾ ലെങ്തിന്ന് 1 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
അതുപോലെ ഇവിടെ എന്താ മൈ സ്ട്രിങ് അറ്റ് 0 = j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ മൈ സ്ട്രിങ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 കൊടുത്തിട്ട് j കൊടുത്തപ്പോ എച്ചിന്റെ പ്ലേസിൽ എന്തായി മാറി? j ആയി മാറി. അതുപോലെ തന്നെയാണ് ഇവിടെ മൈ സ്ട്രിങ് ഡോട്ട് അറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇൻഡെക്സ് നമ്പർ കൊടുത്ത് അവിടെ ഏത് ക്യാരക്ടർ ആണോ വേണ്ട അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ സ്ട്രിങ്ങിന്റെ ആ പൊസിഷനിൽ ഇപ്പം ഹെലോ എന്നുള്ളതിന് പകരം എന്ത് വന്നു? ജെലോ എന്ന് വന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യാം. നമുക്ക് പറയാനുള്ളത് സ്ട്രിങ്ങിനകത്തുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്കിപ്പം ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ സ്ട്രിങ്ങിനെ തന്നെ നമ്മൾ ഡബിൾ കോട്ട്സിനകത്താണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ C++ പ്രോഗ്രാമിനകത്ത് അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് കാരണമാകും. സ്ട്രിങ് ആണോ എന്താണെന്നോ മനസ്സിലാകാതെ വരും. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് കൊടുക്കും. അതായത് സ്ട്രിങ് txt, ഇവിടെ നോക്കിയേ txt എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ നമ്മൾ കൊടുത്തേക്കുന്ന ഡബിൾ കോട്ട്സിൽ കൊടുത്തേക്കുന്ന വാക്കാണ് വി ആർ ദ സോ കോൾഡ് വിക്കിങ്സ് ഫ്രം ദ നോർത്ത് എന്നുള്ളത്. ഇത് ഇത്രയും ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള, പക്ഷേ അതിനകത്ത് തന്നെ നമുക്ക് ഈ വിക്കിങ്സ് എന്നുള്ളത് വീണ്ടും ഡബിൾ കോട്ട്സിനകത്താണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ വരും. ഏതാണ് സ്ട്രിങ്, ഇതെങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? അപ്പൊ ഇങ്ങനെ ഡബിൾ കോട്ട്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനു പകരം ഒരു സ്ലാഷ് കൂടി ഇതിന് മുന്നിൽ കൊടുക്കും. അപ്പൊ ഈ ക്യാരക്ടർ ഇത് കൊടുക്കുന്നതിന് മുന്നേ ഒരു ബാക്ക് സ്ലാഷ് കൂടി യൂസ് ചെയ്യും. അപ്പോ ഇതിനെയാണ് ബാക്ക് സ്ലാഷ് എസ്കേപ്പ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ദ സൊല്യൂഷൻ ടു ഈ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബാക്ക് സ്ലാഷ് എസ്കേപ്പ് ക്യാരക്ടർ യൂസ് ചെയ്യും. നോക്കിയേ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇതാണ് എസ്കേപ്പ് ക്യാരക്ടർ. നമുക്ക് സിംഗിൾ കോട്ട്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാക്ക് സ്ലാഷ് കൊടുത്തിട്ട് സിംഗിൾ കോട്ട്സ് കൊടുക്കും. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ടിൽ എങ്ങനെയാ? ഈ ബാക്ക് സ്ലാഷ് വരത്തില്ല, ഈ സിംഗിൾ കോട്ട് മാത്രമേ വരത്തുള്ളൂ. ഇനി ഡബിൾ കോട്ട് ആണെങ്കിൽ ബാക്ക് സ്ലാഷ് കൊടുത്തിട്ട് ഡബിൾ കോട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഡബിൾ കോട്ട് മാത്രമേ നമ്മുടെ സ്ട്രിങ്ങിൽ വരത്തുള്ളൂ. ഇനി അടുത്തത് ഈ സ്ലാഷ് കൊടുക്കണമെങ്കിൽ ഒരു സ്ലാഷ് കൊടുത്തിട്ട് സ്ലാഷ് കൊടുക്കും. ഇതാണ് ബാക്ക് സ്ലാഷ് മാത്രമേ വരത്തുള്ളൂ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ ഇത് നമ്മുടെ ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നോക്കിയേ സ്ട്രിങ് txt ഈക്വൽസ് വി ആർ സോ കോൾഡ് വിക്കിങ്സ്. ഈ വിക്കിങ്സ് എന്നുള്ളത് എന്താണ്? നമുക്ക് ഡബിൾ കോട്ട്സിൽ ഈ ഔട്ട്പുട്ട് നോക്കിയേ ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. കാണിച്ചു തരാം. നമുക്ക് ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് വരേണ്ടത്? ഇതേപോലെയാണ് വരേണ്ടത്. ഡബിൾ കോട്ട്സിലാണ് ഈ വിക്കിൻസ് എന്ന് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എഴുതി കൊടുക്കുമ്പോൾ ഒരു സ്ലാഷ് കൊടുത്തിട്ട് ഡബിൾ കോട്ട്സ് കൊടുക്കും. കണ്ടോ? അടുത്ത ഇവിടെയും ഒരു ഡബിൾ കോട്ട്സ് വരണമെങ്കിൽ സ്ലാഷ് കൊടുത്തിട്ട് ഡബിൾ കോട്ട്സ് കൊടുക്കും. അപ്പോ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഡബിൾ കോട്ട്സിൽ വരും. അതുപോലെ തന്നെ സി ഔട്ട് txt ആണ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ txtയിലുള്ള ഇത് ഇത്രയും പ്രിന്റ് ചെയ്ത് വരും. അതിനകത്ത് തന്നെ എന്ത് ചെയ്യും? ഡബിൾ കോട്ട്സ് വേണമെങ്കിൽ സ്ലാഷ് കൊടുത്തിട്ട് ഡബിൾ കോട്ട്സ് കൊടുക്കും. ഇനി സിംഗിൾ കോട്ട് ആണെങ്കിലും നമ്മൾ അങ്ങനെയാ കൊടുക്കുന്നത്. കണ്ടോ? ഇപ്പം ഇറ്റ്സ്, ഇവിടെ നമുക്ക് എന്താ? ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രഫി ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്ലാഷ് കൊടുത്തിട്ട് അപ്പോസ്ട്രഫി കൊടുക്കും. കണ്ടോ? അത് കഴിഞ്ഞിട്ട് എസ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്ലാഷ് വരത്തില്ല, നമ്മുടെ ഔട്ട്പുട്ടിൽ ഇറ്റ്സ് എന്നേ വരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സ്ലാഷ്. ദ ക്യാരക്ടർ സ്ലാഷ് ഈസ് കോൾഡ് ബാക്ക് സ്ലാഷ്. ഈ സ്ലാഷിനെ ബാക്ക് സ്ലാഷ് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു സ്ലാഷ്, രണ്ട് സ്ലാഷ് കൊടുക്കും. രണ്ട് സ്ലാഷ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഒരു സ്ലാഷ് മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് /n ആണ്. /n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ, പുതിയ ലൈനിൽ വരാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ നോക്കിയേ സ്ട്രിങ് txt hello world. ഹലോ വേൾഡ് എന്നാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാനൊരു /n കൊടുത്തു. /n കൊടുത്തത് എന്തുകൊണ്ടാണ്? ഈ /n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ എന്നാണ്. അപ്പൊ /n കഴിഞ്ഞ് വരുന്നത് അടുത്ത ലൈനിൽ വരും. കണ്ടോ? ഹലോ എന്ന് പറയുന്ന ഒരു ലൈൻ, അടുത്ത ലൈനിലാണ് വേൾഡ് എന്ന് വന്നേക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ /n ഒന്ന് മാറ്റി കാണിച്ചു തരാം. /n മാറ്റി കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോ /n വരുന്ന എന്തിനാണ്? ന്യൂ ലൈനിൽ. കണ്ടോ? ഇത് ഒറ്റ ലൈനായിട്ടാണ് വന്നേക്കുന്നത്. ഹലോ വേൾഡ്. ഞാൻ /n മാറ്റിയുണ്ട്. ഇനി /n ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? നമുക്കിവിടെ എന്ത് വരും? /n കൊടുത്തു കഴിഞ്ഞാല് അടുത്ത ലൈനിൽ വരും. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം.
കണ്ടോ, അടുത്ത ലൈനിൽ വന്നു. അതുപോലെ തന്നെയാണ് /t എന്ന് പറഞ്ഞാല് ടാബ്. നമ്മൾ ടാബ് യൂസ് ചെയ്യുമല്ലോ നമ്മുടെ ഇതിനകത്ത്, അതിന് പകരം യൂസ് ചെയ്യുന്നതാണ് /t. /t എന്ന് പറഞ്ഞാൽ ഒരു ടാബിൽ എത്ര സ്പേസ് വരുന്നോ ആ ഒരു സ്പേസ് നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് /t യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ /t കൊടുത്തപ്പോൾ എന്ത് വന്നു, ഇവിടെ സ്പേസ് വന്നു. ഇനി ഞാൻ ഈ ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് /n കൊടുക്കുകയാണ്. /n കൊടുത്തിട്ട് ഹായ് എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, ഹായ് എന്ന് പറയുന്നത് എവിടെ വരും, നമുക്ക് അടുത്ത ലൈനിലായിരിക്കും ഹായ് എന്ന് വരുന്നത്. അപ്പൊ ഇവിടെ ഹലോ കഴിഞ്ഞു, ടാബ് കഴിഞ്ഞു, വേൾഡ് വരും, അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ഹായ് വരും. അപ്പൊ ഇത് ഇത്രയാണ് സ്ട്രിങ്ങിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഒരു യൂസർ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ട്രിങ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് cin-ഉം ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് cout-ഉം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ cin എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. അപ്പൊ സ്ട്രിങ് ഫസ്റ്റ് നെയിം, സ്ട്രിങ്ങിന്റെ വേരിയബിൾ നെയിം എന്താണ്, ഫസ്റ്റ് നെയിം എന്നാണ്. cout ഇവിടെ നമ്മൾ എന്ത് കാണും, ടൈപ്പ് യുവർ ഫസ്റ്റ് നെയിം. അപ്പൊ നമ്മൾക്ക് സ്ക്രീനിൽ ടൈപ്പ് യുവർ ഫസ്റ്റ് നെയിം എന്ന് വരും. നമ്മൾ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ എക്സാമ്പിൾ നോക്കി, ഇവിടെ ജോൺ, നമ്മൾ ജോൺ എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, cin ഫസ്റ്റ് നെയിമിൽ റീഡ് ചെയ്യും. എന്താണ് cin, ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ ജോൺ എന്ന് പറയുന്ന ആ ഒരു പേര് സ്റ്റോർ ചെയ്യും. ഇനി cout യുവർ നെയിം ഈസ്, അപ്പൊ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും, യുവർ നെയിം ഈസ് എന്ന് പ്രിന്റ് ചെയ്യും. ഇവിടെ എന്താണ്, ഫസ്റ്റ് നെയിം ആണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നെയിമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, ജോൺ എന്നാണ്. അപ്പൊ ജോൺ എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഇതുപോലെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഇപ്പൊ നോക്കിയേ, നമ്മളിവിടെ അതുപോലെ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോ ഈ cin-നകത്ത് നമ്മളിപ്പോ 2 പേര്, ഇപ്പൊ ഒരു പേര് മാത്രമേ ഉള്ളൂ ജോൺ, ഇനി ജോൺ ഡോ എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോൺ ഡാനിയൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പേര് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ സ്പേസ് കൊടുത്തിട്ടാണ് ഡോ എന്ന് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ വൈറ്റ് സ്പേസോ ടാബോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ C++ൽ അതൊരു ടെർമിനേറ്റിംഗ് ആയിട്ടാണ്, അതായത് അവിടെ തീർന്നു എന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന പേര് അവിടെ വരത്തില്ല. അപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ നോക്കിയേ, cout ടൈപ്പ് യുവർ ഫുൾ നെയിം. അപ്പൊ എന്താണ് ഫുൾ നെയിം കൊടുത്തത്, ജോൺ ഡോ എന്നാണ് ഫുൾ നെയിം കൊടുത്തത്. അപ്പൊ ഇവിടെ എന്ത് സ്പേസ് കൊടുത്തത് കൊണ്ട് cin ഫുൾ നെയിം റീഡ് ചെയ്തു, ജോൺ മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ. ഇവിടെ സ്പേസ് വന്നപ്പോൾ ഇവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് യുവർ നെയിം ഈസ് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ജോൺ എന്നുള്ളത് മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ, അതിനുശേഷമുള്ള ഡോ വരത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ C++ൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിങ്, ആ ഒരു ലൈന് ഫുള്ളായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിയേ, ഇവിടെ സ്ട്രിങ് ഫുൾ നെയിം കൊടുത്തു, cout-ല് ടൈപ്പ് യുവർ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു, ജോൺ ഡോ എന്ന് ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഗെറ്റ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ ആദ്യമേ എന്ത് കൊടുക്കണം, cin കൊടുക്കണം, cin ഫുൾ നെയിം. അപ്പൊ എന്ത് ചെയ്യും, നമുക്കിടെ അത് റീഡ് ചെയ്യും, ഫുൾ നെയിം റീഡ് ചെയ്യും. അതിനുശേഷം cout-ല് യുവർ നെയിം ഈസ്, അപ്പൊ നമുക്ക് എന്ത് പ്രിന്റ് വരും, യുവർ നെയിം ഈസ് എന്ന് വരും. അതിനുശേഷം ഫുൾ നെയിമിനകത്ത് എന്തുണ്ട്, ഈ ഒരു ലൈൻ ഫുള്ളല്ലേ റീഡ് ചെയ്തത്, അപ്പൊ ജോൺ ഡോ ഉണ്ട്, ആ ജോൺ ഡോ എന്ന് തന്നെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. അപ്പൊ ഗെറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഗെറ്റ് ലൈനിൽ ആദ്യമേ എന്ത് വരണം, cin വരണം. അതിനുശേഷം ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് cin, അടുത്തത് എന്താണ് വരുന്നത്, ഫുൾ നെയിം, ആ ഒരു ഇതും വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ലൈനെ ഫുള്ളായിട്ട് റീഡ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് സ്ട്രിങ്ങിനകത്ത് പെർഫോം ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ്. അപ്പൊ സ്ട്രിങ് ഓപ്പറേഷൻസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഡീപ്പായിട്ട് കുറെ പറയാനുണ്ട് C++നകത്ത്. നമുക്ക് കുറേശ്ശെ പഠിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്